ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നൽകുന്ന ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും 5 പ്ലാന്റ് വാങ്ങിയാൽ മതി, ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും. 280 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യമായി വരുന്ന പ്ലാന്റാണ് ഈ നല്ലൊരു മുല്ല വെറൈറ്റി പെട്ടേക്കിയിരിക്കുന്ന മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ. നിറച്ചും പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടില്ലേ, ഇത് മൊട്ട് ആയതും പിന്നെ പൂക്കൾ പോയതും ഒക്കെയാണ്. ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത്. രണ്ടാമത്തെ ബ്രൈഡൽ ബൊക്കേൻ്റെ നല്ല വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന നല്ല കൊല കുത്തി പൂക്കൾ ഇതുപോലെ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റാർ മാതിരിയായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഇതും നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നതാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 5 പ്ലാന്റ് എടുക്കുന്നതിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. 280 രൂപ മാത്രമേ റേറ്റ് വരുള്ളൂ. ഈ ഒരു ഓഫർ 2 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഒരേ സമയം 3 കളേഴ്സിലൊക്കെ ഫ്ലവർ വിരിയും കേട്ടോ. ഇതുണ്ട്, പിങ്കും വൈറ്റും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഡാർക്ക് കളറും ഒക്കെ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വിരിയുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. ഇതിനൊരു വെളുത്തുള്ളീൻ്റെ മണമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഗാർലിക് വൈൻ എന്ന് പേര് വന്നേക്കുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല തൈയാണേ. അടുത്തത് യെല്ലോ കളർ വരുന്ന ബ്രൈഡൽ ബൊക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ടത് വൈറ്റ് ആയിരുന്നു. ഇതെൻ്റെ യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന പ്ലാന്റുമായിട്ട് നല്ല വ്യത്യാസമുള്ള ലീഫായിരിക്കും ഇതിന് വരുന്നത്. നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത്. ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിയോഡൻഡ്രം എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ തൈയാണ്. നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. വൈറ്റ് കളറിലായിരിക്കും ഫ്ലവേഴ്സ് വരുന്നത്. ഇതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് നമ്മൾ കുറേ കാറ്റലോഗിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് പിങ്ക് ഫ്ലവേഴ്സ് ഒക്കെ ആയിരിക്കും ആദ്യമേ ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ വൈറ്റ് ഫ്ലവേഴ്സും വരാറുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വള്ളി വീശിയ തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് ബാരോ സ്റ്റൈൽ മങ്കി ടെയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ബാരോ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് ഭയങ്കര സെൻസിറ്റീവായ പ്ലാന്റ് ആണ്. അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇതിൻ്റെ ചെറിയ ലീഫ് കുത്തി വെച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡോങ്കി ടെയിൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. നേരത്തെ കാണിച്ചതിൻ്റെ മറ്റൊരു ടൈപ്പാണ് വരുന്നത്. ഇതും നമുക്ക് ജിഫി ബാഗിൽ നട്ട തൈകളാണ് വരുന്നത്. കുറേ എണ്ണത്തിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് കാറ്റലോഗ് നോക്കിയാൽ മതി. അടുത്തത് ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ചാൽ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. അടുത്ത ബേബി സൺറോസിൻ്റെ ഒരു വെരിഗേറ്റഡ് ആണ് കേട്ടോ. നല്ല വെരിഗേറ്റഡ് ലീഫ് വന്നിട്ട് നല്ലൊരു റോസ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിൻ്റെ കുഞ്ഞു തൈയാണ് നമ്മൾ തരുന്നത്. ഇത് കണ്ടില്ലേ, ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈ ആയിരിക്കും തരുന്നത്. അടുത്തത് മെഡിനില്ല എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. എല്ലാ സമയത്തും ഒരുപോലെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ കൊല കുത്തി ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ഒരു പരിചരണവും കൊടുക്കേണ്ട കാര്യമില്ല. നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് നോക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ജിഫിയിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. നല്ല കട്ടിങ്സ് എടുത്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. അടുത്തത് ഡെയ്സിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഒരുപാട് ഫ്ലവേഴ്സ് ഇതിലുണ്ടാകാറുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അടുത്തത് റെയിൻ ഡ്രോപ്സ് പെപ്രോമിയ എന്ന് പറഞ്ഞാൽ പെപ്രോമിയ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ വേണ്ടി. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ജിഫിയിൽ തട്ട തൈയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്ത് വാണ്ടറിഞ്ചോൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മാർബിളും ഒക്കെ അറിയാലോ. അപ്പോൾ അതിന് മാർബിൾ വിഭാഗത്തിൽപ്പെട്ടേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. വാണ്ടറിഞ്ചോ മാർബിൾ എന്നറിയപ്പെടും. പച്ചയും വൈറ്റും നല്ല ലൈൻസ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്ത് വാണ്ടറിഞ്ചോൻ്റെ തന്നെ നാനോക്ക് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കട്ടിങ്സ് എടുത്തിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്ത വാണ്ടറിഞ്ചോൻ്റെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്നത് ആണ് ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ തൈ നമ്മൾ ചെറിയ തൈയാണ് തരുന്നത്. ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ലേഡീഷു എന്നറിയപ്പെടുന്ന അതിഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു സുന്ദരിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ തുമ്പർജിയ കോക്സീനിയ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ നല്ല യെല്ലോ കളറും നേരത്തെ കാണിച്ചിരിക്കുന്ന ബ്രൗൺ കളറും ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വർഷം മുഴുവൻ ഒരേപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഒത്തിരി പൂക്കൾ നമുക്ക് തരും. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. ഇത് നമ്മൾ നല്ല കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത്.
അടുത്ത ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന നേരത്തെ കണ്ട പെപ്പറോമേൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഗ്രീൻ കളർ ലീഫാണ് ഇതിന് വരുന്നത്. അടുത്ത നമ്മുടെ പെപ്പറോമേൻ്റെ ഗ്രീനിൻ്റെ തന്നെ മാർബിൾ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ലൈറ്റ് ഗ്രീനിൽ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നതായിട്ട് കാണാം ഇതിൻ്റെ ലീഫിൽ. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. പിന്നെ വരുന്നത് അതിൻ്റെ വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്ന വെറൈറ്റിയാണ്. ഇങ്ങനെ നമുക്ക് 3 വെറൈറ്റി പെപ്പറോമിയാണ് ഈ ഒരു ഓഫറിലുള്ളത്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ജിഫിയിൽ നട്ട തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പം ഇതേ ഒരു സൈസുള്ള തൈകളായിരിക്കും നമ്മൾ പെപ്പറോമിയേൻ്റെ തരുന്നത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അടുത്ത നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ബേബി സൺറോസില്ലേ, അതിൻ്റെ നോർമൽ വെറൈറ്റിയാണ്. പച്ച ഇലകളായിരിക്കും വരുന്നത്, വെരിഗേറ്റഡ് അല്ല. ഇതിന് നല്ല പിങ്ക് ഫ്ലവേഴ്സ് ആയിരിക്കും വരുന്നത്. ഇതും നമ്മൾ ജിഫി നട്ടിട്ടുള്ള തൈകളായിരിക്കും തരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഒരു ഹാങ്ങിങ് വെറൈറ്റി ആയിട്ട് വരുന്ന ഡിസ്റ്റേരിയാണ് അടുത്തതായിട്ട് വന്നേക്കുന്ന പ്ലാന്റ്. ഇത് റൗണ്ട് ലീഫായിരിക്കും ഇതിൽ വരുന്നത്. കട്ടിങ്സ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഇത് എല്ലാ വെയിലത്തും മഴയത്തും ഒക്കെ ഒരുപോലെ വളരുന്ന, പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും കൊടുക്കണ്ട കേട്ടോ, നന്നായിട്ട് വളരും അല്ലാണ്ട് തന്നെ. പിന്നെ ഡിസ്റ്റേരിയൻ്റെ ലോങ് ലീഫ് വരുന്നൊരു വെറൈറ്റിയാണ്. നേരത്തെ റൗണ്ടാണ് കണ്ടതെങ്കിൽ ഇതിൻ്റെ ഇലകൾ നല്ല ലോങ് ആയിട്ട് വരും കേട്ടോ, ഇങ്ങനെ നീളത്തിൽ വരും. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് എടുത്താൽ വേഗം തന്നെ നിങ്ങൾക്കും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇനിയിപ്പം പെൻസിൽ കാക്ടസിൻ്റെ മിനിയേച്ചർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ മുടികൾ തൂങ്ങിക്കിടക്കുന്ന പോലെ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ തൂങ്ങി വരും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ടോ. ഇത് മിനിയേച്ചർ വെറൈറ്റീസാണ് പെൻസിൽ കാക്ടസിൻ്റെ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസുള്ള തൈ ആയിരിക്കും തരുന്നത്. പിന്നെ പെൻസിൽ കാക്ടസിൻ്റെ നോർമൽ വെറൈറ്റിയാണ്. ഇത് ഇങ്ങനെ തെറിച്ച് നിൽക്കും എൻ്റെ ഇലകൾ, ഇങ്ങനെ തളർന്ന് കിടക്കൂല കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. ഇനി അടുത്ത ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ള ഡിസ്റ്റീരിയൻ്റെ വെരിഗേറ്റഡ് ആണ്. നമ്മൾ നേരെ ഡിസ്റ്റീരിയൻ്റെ റൗണ്ടും ലോങ്ങും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന വെറൈറ്റിയാണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ജിഫി ബാഗിൽ നട്ട തൈകളായിരിക്കും കേട്ടോ. ഇനി സെനേരിയോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു ലീഫൊക്കെ കാണാൻ വേണ്ടി കേട്ടോ. ശരിക്കും താമരേൻ്റെ ഈ പൂക്കൾ പോലെ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ബ്ലൂവും ഈ ഒരു ഗ്രീൻ കളറുമാണ് നമുക്കുള്ളത്. ഇതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി പിന്നെ വന്നേക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പീരിയ ഗ്രീൻ ആണ്. പീരിയ ഗ്രീൻ എന്ന് പറയുമ്പോൾ നല്ല ഭംഗി, ഇതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ലീഫാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് വരുന്നത്. നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് ലീഫിൽ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനി ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൽ കായകൾ ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകാറുണ്ട്. നല്ല സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ തേനീച്ചകളൊക്കെ നല്ലപോലെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന പ്ലാന്റ് ബർജേറിയ ക്രിസ്റ്റാറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള ഒരു പ്ലാന്റാണ്. പാർവതി എന്നൊക്കെ കുറേ നാട്ടിൻപുറത്ത് വരുന്ന പേരാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വയലറ്റ് കളറും വൈറ്റ് കളറും വരുന്ന പ്ലാന്റ് നമുക്കുണ്ട്. നല്ല റൂട്ട് വന്ന കട്ടിങ്സ് എടുത്ത് നട്ട നല്ല പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് കേട്ടോ. അതിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ ഓറഞ്ച് കളറിൽ ഫ്ലവേഴ്സ് ഒത്തിരി ഉണ്ടാവും. നമ്മൾ അതിൻ്റെ അവിടെ കവർ ചെയ്യാനും മരത്തിലൊക്കെ കയറ്റി വിടാനും ഒക്കെ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും. വളരെ നൈസായിരിക്കും ഇതിൻ്റെ ഈ തണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നൈസ് തണ്ടായിരിക്കും. ഒരുപാട് ലീഫൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റാണ്. എങ്ങനെയായാലും ഇത് നന്നായിട്ട് സർവൈവ് ചെയ്യും. എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഇതൊരു സീസണലായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് തരുന്നത്. നല്ല ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഈ ഓറഞ്ച് ട്രംപറ്റ് വൈൻ തരുന്നത്. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി. പിന്നെ വരുന്നത് നമുക്ക് തുമ്പർജിയേൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല തൈകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതും പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട. നല്ല വെയിലത്ത് നമുക്ക് നട്ട് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അടുത്തത് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ലേഡി ഇഷ്യൂവിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഓറഞ്ചും ബ്രൗൺ കളറും ഉള്ളതാണെങ്കിൽ ഇത് വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഒത്തിരി പ്ലാന്റ്സ് പരിചയപ്പെട്ടല്ലോ. ഇനി നമ്മൾ ഫിറ്റോണിയ കുറച്ച് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓഫറിൽ. ഇതാണ് ഫിറ്റോണിയയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ്. നല്ലൊരു ഡബിൾ കളേഴ്സിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് സൈസ് വരുന്നത് കേട്ടോ. അടുത്ത ഫിറ്റോണിയൻ്റെ നല്ലൊരു യെല്ലോ കളറും ഗ്രീൻ കളറും ഒക്കെ മിക്സഡായിട്ട് വന്നേക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതും ഈ പ്ലാന്റിൻ്റെ സൈസ് ഇത് തന്നെയാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് കണ്ടില്ല, നല്ലൊരു ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഫിറ്റോണി എല്ലാം വലുതാകുമ്പോൾ ഇതിൻ്റെ ലീഫിന് നല്ല കളർ ചേഞ്ചസ് വരുന്നുണ്ട്.
പിന്നെ വരുന്ന 2 ഫിറ്റോണിയ വെറൈറ്റിയും കൂടി ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഫിറ്റോണിയയിൽ വരുന്ന അടുത്തൊരു വെറൈറ്റി. അങ്ങനെ നമുക്ക് മൊത്തം ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകൾ അടങ്ങുന്ന ഫിറ്റോണിയാസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഓഫറിൽ പെടുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫിറ്റോണിയ. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും 5 പ്ലാന്റ്സ് പർച്ചേസ് ചെയ്താൽ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ തന്നെ 280 രൂപ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. കേരളത്തിൽ എവിടെയാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.